ഒരു BBC റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലും മധ്യേന്ത്യയിലും പൂർവ്വ പശ്ചിമ ഭാഗങ്ങളിലുമൊക്കെ ധാരാളമായി കണ്ടുവന്നിരുന്ന ഒരു പക്ഷികളായിരുന്നു ഇന്ത്യൻ കഴുകന്മാർ, വൈറ്റ് നെക്ക്ഡ് വൾച്ചേഴ്സ്. ഈ കഴുകന്മാരുടെ എണ്ണത്തിൽ ഒരു അലാമിംഗ് ഡിക്രീസാണ് അതിനുശേഷം ഉണ്ടായത്. ഏതാണ്ട് 5 കോടിയോളം കഴുകന്മാർ 90കളുടെ മധ്യകാലത്ത് ഉണ്ടായിരുന്നതിൽ നിന്ന് 2005 ആവുമ്പോഴേക്കും അവയുടെ 98% കഴുകന്മാരും ചത്തൊടുങ്ങിക്കഴിഞ്ഞ് 2% താഴെ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. അതിന് കാരണമായി ആ റിപ്പോർട്ട് കണ്ടെത്തിയത് നമ്മുടെ കന്നുകാലികളിൽ വെറ്ററിനറി മെഡിസിൻസ് ആയി ഈ ഡൈക്ലോഫെനാക് എന്ന് പറയുന്ന വേദന സംഹാരികൾ ധാരാളമായി കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഈ കന്നുകാലികൾ ചത്തൊടുങ്ങുമ്പോൾ അവയുടെ സ്കാവഞ്ചേഴ്സായി വർത്തിച്ചിരുന്ന കഴുകന്മാർ അവയെ തിന്നുകയും ഈ കഴുകന്മാരുടെ വൃക്കകൾക്ക് മാരകമായ അസുഖം ബാധിച്ച് അവയെല്ലാം കൂട്ടത്തോടെ ചത്തൊടുങ്ങുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടായി. ഒരു കൂട്ടം കഴുകന്മാർ കൂടി ഏതാണ്ട് 40 മിനിറ്റ് കൊണ്ട് ഒരു കന്നുകാലിയുടെ ജഡം തിന്നു തീർക്കുന്നതാണ്. ആ കഴുകന്മാർ അപ്രത്യക്ഷമായതോട് കൂടിയിട്ട് അവയുടെ സ്കാവെഞ്ചിങ് നടക്കാതായി. കന്നുകാലികൾ അവിടെ കിടന്ന് ചീഞ്ഞഴുകി കുടിവെള്ളത്തിനെ ബാധിച്ചു. ഈ ജഡം തിന്നാനായിട്ട് മറ്റ് ജന്തുക്കൾ, കുറുക്കന്മാരും നായകളും എല്ലാം കൂടുതലായി വന്നു. അവയുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവുണ്ടായി. ഇങ്ങനെ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് കണ്ടറിഞ്ഞ് ഇന്ത്യ ഗവൺമെന്റ് 2006 മുതൽ വെറ്ററിനറി യൂസിനായിട്ട് ഡൈക്ലോഫെനാക് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മൾ മനുഷ്യരുടെ ഇടയിൽ ഇന്നും വ്യാപകമായി ഡൈക്ലോഫെനാക്, എസിക്ലോഫെനാക് തുടങ്ങിയ അനവധി വേദന സംഹാരികൾ ഇന്ന് ഡോക്ടർമാരുടെ ഉപദേശമോ അവരുടെ അനുമതിയോ ഇല്ലാതെ ധാരാളമായി കഴിക്കപ്പെടുന്നുണ്ട്. അവ നമ്മുടെ ശരീരത്തിൽ മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കാം. ഇതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഈ ശനിയാഴ്ച കാണണം. ഈ വേദന സംഹാരികൾ ഡോക്ടറുടെ അനുമതിയില്ലാതെ കഴിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ ശനിയാഴ്ച കാണാം.